ഓശാന ചെന്ന് അവസാനിക്കുന്നത് ദുഃഖവെള്ളിയിലാണ്. അതായത് എത്രമാത്രം നമുക്ക് പുകഴ്ത്തലുകൾ ഉണ്ടായാലും അവസാനം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഓശാന ഓശാന എന്ന് പറഞ്ഞവർ തന്നെ അവസാനം അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക എന്ന് ഒച്ച വെച്ച് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും നല്ലതൊക്കെ പറയുമ്പോൾ അത് നല്ല സത്യസന്ധതയോടുകൂടി ആയിരിക്കണമെന്നത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എല്ലാ പുകഴ്ത്തലുകളും എല്ലാം അതിൻ്റേതായിട്ടുള്ള വിലയ്ക്ക് മാത്രമേ എടുക്കാവൂ. പിന്നീട് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ആ കാലഘട്ടമാണ് അപ്പോൾ പക്ഷെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ അധികം ഈ പുകഴ്ത്തി ആളുകളെ ശരിയാക്കരുത്. ചിലപ്പോഴൊക്കെ ഈ ഭരണത്തിലിരിക്കുന്നവരെ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ നമ്മൾ ഒത്തിരി പുകഴ്ത്തും. നന്മ ചെയ്താലും അല്ല പുകഴ്ത്തും. അതിൻ്റെ ഫലമായിട്ട് എന്താ പറ്റണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും ചെയ്യാതെ വരും. അപ്പോൾ ആവശ്യത്തിന് പുകഴ്ത്തണം, ആവശ്യത്തിന് കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കുകയും വേണം. വിമർശനം അനിവാര്യമാണ്. വിമർശനത്തിലൂടെയാണ് വളരാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിമർശനം എല്ലായിടത്തും ആവശ്യമാണ്. നമ്മൾ വിമർശിക്കാതിരിക്കുമ്പോൾ എന്താ പറ്റുന്നത്, കാര്യങ്ങൾ അവരറിയില്ല. ഒരു കാര്യമുള്ളതാണ്, നമ്മൾ അധികാരത്തിലിരിക്കുന്നവർ, ഇപ്പം ഞാനടക്കമുള്ളവർ പലപ്പോഴും പല കാര്യങ്ങളും അറിയാതെ പോകും. എല്ലാവരും വിചാരിക്കും ഇദ്ദേഹത്തിന് അറിയാമെന്ന്, പക്ഷെ നമുക്കറിയാൻ പറ്റാവില്ല. നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്നും നമ്മൾ ചിലപ്പോൾ അറിഞ്ഞെന്ന് വരില്ല. അത് അറിയിക്കേണ്ട കടമ ജനങ്ങളുടേതാണ്. ആരെങ്കിലും അത് പറഞ്ഞു കൊടുക്കാനായിട്ട് വേണം. അത് ഭരണത്തിലിരിക്കുന്നവരായാലും ആരായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കുമെന്നാണ് തോന്നുന്നത്. അല്ല, മനുഷ്യന് ആവശ്യമാണ്. യെസ്, മുഖ്യമന്ത്രിയും അതുപോലെ മുൻ പ്രതിപക്ഷ നേതാവൊക്കെ വന്നിരുന്നു. അവരോട് ഞാനൊന്നും ഇന്നലെ ഇതൊന്നും പറയാനുള്ള അവസരമല്ലല്ലോ. അപ്പോൾ അവർ വളരെ സ്നേഹപൂർവ്വം എൻ്റെ അടുത്ത് വന്നു, മുഖ്യമന്ത്രി വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ കാര്യം അറിഞ്ഞിട്ട് തന്നെ എന്നെ കാണുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളെല്ലാവരും ഇതിൽ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? മീഡിയയിലൊക്കെ അദ്ദേഹത്തിൻ്റെ വരവിനെ കുറിച്ച് ഒത്തിരി കണ്ടു. കുറച്ച് ഉത്തരവാദിത്വം കൂടും. അതെ, ഉത്തരവാദിത്വം കൂടും. അതുപോലെ ജനങ്ങളോടുള്ള നമ്മുടെ ശുശ്രൂഷ ജീവിതം അത് കൂടുതൽ കരുത്തുള്ളതാക്കി തീർക്കേണ്ടതായിട്ട് വരും. ഏതായാലും ഇത് ലഭിച്ചത് ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. മനുഷ്യൻ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല, മനുഷ്യൻ പറഞ്ഞാലും നടക്കുന്ന കാര്യമല്ല. മറിച്ച് ദൈവം തന്നൊരു സമ്മാനം, അത് തരുന്നത് മാർപ്പാപ്പയിലൂടെയാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ച ഒത്തിരി വ്യക്തികളുണ്ട്. ഇത് ലഭിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് പേപ്പർ വർക്കൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ, അതൊക്കെ ചെയ്യാനായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നിട്ടുണ്ട്. ആദ്യത്തെ ചടങ്ങാണ്. യെസ്, ആർച്ച് ബിഷപ്പ് ആയതിനു ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും മുമ്പിൽ നിൽക്കുന്നത് എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം നിങ്ങൾ മീഡിയ വളരെ നന്നായിട്ട്, ഇന്നലത്തെ പരിപാടികളൊക്കെ വളരെ നന്നായിട്ട് നിങ്ങൾ കവർ ചെയ്തിരുന്നു. അപ്പോൾ ഇന്നും നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഈ സ്നേഹത്തിന് കോഴിക്കോടുള്ള മീഡിയ പ്രവർത്തകർക്ക് ഞാൻ പ്രത്യേകമായി നന്ദി പറയുകയാണ്.